സ്കൂൾ ടീച്ചറിനോട് ഭയങ്കര അഗ്രസീവായിട്ട് തട്ടിക്കയറിയതിൻ്റെ പേരിൽ നമ്മുടെ പാർട്ടി ഫൗണ്ടർ ആയിട്ടുള്ള അഭിജിത്ത് ദീപ്കെ കുറച്ചായിട്ട് എയറിലാണ്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇത് പറയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കഥ അങ്ങോട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ CJP പാർട്ടിയിലെ കുറേ ആൾക്കാരും കൂടിയിട്ട് സ്കൂൾ ടീ കരോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാട്ടിലെ സാധാരണ ഗവൺമെൻറ് സ്കൂളുകൾ പോയിട്ട് സന്ദർശിക്കുക, എന്നിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക, എന്നിട്ട് അത് എക്സ്പോസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ ഫോഴ്സ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ ഒരു ക്യാമ്പയിൻ്റെ ഉദ്ദേശം. സംഭവം നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്, കാരണം ഈ ഒരു സ്കൂളുകളൊക്കെ നന്നായിട്ട് കാണണമെന്നും അതേപോലെ തന്നെ സ്കൂളുകളിൽ നല്ല സൗകര്യം ഉണ്ടാവണം, നല്ല അധ്യാപകരുണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും. കാരണം വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ നാട്ടിൽ ഭയങ്കര വലിയൊരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ പാരൻസിന് പോലും പിള്ളേരെ മര്യാദയ്ക്ക് പഠിപ്പിക്കാനുള്ള പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് പറ്റില്ല. സോ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ നന്നായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഭിജിത്ത് ദീപ്കയുടെ പോലത്തെ ഒരാളത് ചെയ്യുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വലിയ കാര്യത്തിൽ ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് ജാർഖണ്ഡിലെ കുട്ടികളുടെ ഒരു പ്രൊട്ടസ്റ്റ് കാണുകയേ ചെയ്തിട്ടില്ല എന്ന ഭാവത്തിൽ നടന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഉദ്ദേശശുദ്ധി എന്താണെന്ന കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഡൗട്ടൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്കൂളുകളിൽ വിസിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം അതിന് ഭയങ്കരമായിട്ടുള്ളൊരു റിസ്ക് ഒക്കെ ഉണ്ട്. കാരണം ഇവർ ചിലപ്പോൾ നല്ല ഉദ്ദേശശുദ്ധിയിൽ ചെയ്യും, പക്ഷെ നാളെ സ്കൂളുകളിൽ അങ്ങോട്ട് കയറി ചെല്ലണം, പ്രശ്നം ഉണ്ടാക്കണം, ടീച്ചേഴ്സിനെയൊക്കെ ഇട്ട് രണ്ട് പൊട്ടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് ഹൂലിഗനിസം ഒക്കെ ബാധിച്ചിട്ടുള്ള മനുഷ്യർ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, പിള്ളേരെയൊക്കെ ആക്രമിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു മറുപടിയായിട്ട് ഇവർ കൊടുക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അയോധ്യയിലൊക്കെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ വിലക്കിക്കൊണ്ട് ചില ഗവൺമെൻറ് ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതും അവിടെ നിൽക്കട്ടെ, നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം. ഇദ്ദേഹം എന്തിനാണ് ടീച്ചറിനോട് തട്ടിക്കയറിയതെന്ന് ചോദിച്ചാൽ, സ്കൂളിലെ കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്തു എന്ത് സ്കൂളിന് സ്റ്റാഫൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളെ കൊണ്ട് സ്കൂൾ ക്ലീൻ ചെയ്യിപ്പിക്കണമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? സ്കൂളുകളുടെ സിസ്റ്റം ഒക്കെ നന്നാവണം എന്നല്ലേ. അപ്പം സ്കൂളുകളിലെ സിസ്റ്റം, കുട്ടികളുടെ നല്ല നടപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുട്ടികൾ കുറച്ച് ക്ലീനും ചെയ്യാൻ ആഗ്രഹിക്കും. ഞാനും പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സും സ്കൂളൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ ഒരു വൃത്തിയാക്കൽ പരിപാടി അവിടെ നിന്ന് കിട്ടിയത് കൊണ്ട് ജീവിതത്തിൽ കുറേ ഗുണങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജപ്പാനിലൊക്കെ കുട്ടികൾ തന്നെയാണ് വാഷ്റൂം വരെ ക്ലീൻ ചെയ്യണമെന്നുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണമെങ്കിൽ കുട്ടികൾ ഇതൊക്കെ ചെയ്യല്ലേ വേണ്ടത്? അതിന് ടീച്ചേഴ്സിനോട് തട്ടിക്കയറുന്നത് നല്ലൊരു കാര്യമാണോ?